നിർബന്ധിതയായി. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ നിർബന്ധിതയായി, എനിക്കത് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഞാനത് ആ സാഹചര്യത്തിൽ എനിക്കത് വാങ്ങിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ പോകാൻ നിർബന്ധിതയായി, ആ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ നിർബന്ധിതയായി. ഇങ്ങനെ പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കണം? പലരുടെയും മനസ്സിൽ വന്നു, എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഹാഡ് ടു ആണ് ഉപയോഗിക്കേണ്ടത്. ഹാഡ് ടു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിർബന്ധിതയായി, ഞാൻ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു, അതായത് അവിടെ തന്നെ നിൽക്കാൻ ഞാൻ നിർബന്ധിതയായി. അവനെ സഹായിക്കേണ്ടി വന്നു, അവനെ സഹായിക്കാൻ ഞാൻ വളരെ ആ സാഹചര്യത്തിൽ നിർബന്ധിതയായി. ഇന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ആരെങ്കിലും ഒക്കെ നമ്മളെ ഇങ്ങനെ എന്താ പറയാ, പ്രഷർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടി വരില്ലേ, അതിനാണ് നമ്മൾ ഹാഡ് ടു ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കൂ, ഐ ഹാഡ് ടു കഴിഞ്ഞാൽ വേർബ് എപ്പോഴും എന്താണ്? ഫസ്റ്റ് ഫോം ആണ്. ഹാഡ് ടു ഗോ ദെയർ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഹാഡ് ടു ഗോ, പോകേണ്ടി വന്നു, ദെയർ അവിടേക്ക് ഞാൻ പോകേണ്ടി വന്നു, അല്ലെങ്കിൽ അവിടേക്ക് ഞാൻ പോകാൻ നിർബന്ധിതയായി. ഐ ഹാഡ് ടു ഗോ ദെയർ. ഇനി ഷീ had to read. അവൾ വായിക്കാൻ നിർബന്ധിതയായി. ഇപ്പൊ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിട്ട് ഇപ്പം നടക്കുന്നത് എന്താണ്? നമ്മൾ പറയുമ്പോൾ കുട്ടികൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഷീ ഹാഡ്, അപ്പൊ ഷീ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഒരു കാര്യം നിർബന്ധിതയായി, അത് ചെയ്യേണ്ടി വന്നു എന്ന് നമുക്ക് പറയാൻ ഹാഡ് ടു ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഷീ ഹാഡ് ടു റീഡ്. അവൻ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. എങ്ങനെ പറയും? ഹി ഹാഡ് ടു സ്റ്റേ. അവന് സ്റ്റേ ദെയർ, അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. ഹി ഹാഡ് ടു സ്റ്റേ ദെയർ. ഇനി എന്താണ്? സബ്ജക്റ്റുകളെല്ലാം ആയില്ലേ. ഇനി വി, ഞങ്ങളത് വാങ്ങിക്കേണ്ടി വന്നു. ഞങ്ങളത് വാങ്ങിക്കാൻ നിർബന്ധിതരായി. വാങ്ങിക്കുക എന്ന് പറയുന്ന വേർബ് ബൈ ഇറ്റ്. ഞങ്ങൾ വി ഹാഡ് ടു. അപ്പൊ സബ്ജക്റ്റ് എന്താണെങ്കിലും പ്രശ്നമില്ല, എന്താണെങ്കിലും നിർബന്ധിതമായി അല്ലെങ്കിൽ അത് ചെയ്യേണ്ടി വന്നു എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാഡ് ടു ആണ്. ഹാഡ് ടു കഴിഞ്ഞിട്ട് വേർബ് ഫസ്റ്റ് ഫോമിലാണ് കൊടുക്കേണ്ടത്. ഐ ഹാഡ് ടു ഗോ ദർ. ഞാൻ അവിടെ പോകാൻ നിർബന്ധിതയായി, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകേണ്ടി വന്നു. ഷീ ഹാഡ് ടു റീഡ്. അവള് വായിക്കേണ്ടി വന്നു. ഹി ഹാഡ് ടു സ്റ്റേ ദർ. അവൻ അവിടെ തന്നെ നിൽക്കേണ്ട സാഹചര്യമായി പോയി. വി ഹാഡ് ടു ബൈറ്റ്. അത് ഞങ്ങൾക്ക് വാങ്ങിക്കേണ്ടി വന്നു. ക്ലിയർ ആയോ? ക്ലിയർ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി. എന്ത് കാര്യങ്ങളും നമ്മൾ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മളത് ചെയ്യേണ്ടി വന്നപ്പോൾ, ചെയ്തു കഴിഞ്ഞു എന്നോർക്ക് പാസ്റ്റ് ആണ്, വന്നപ്പോൾ നമ്മൾ ഹാഡ് ടു ആണ് ഉപയോഗിച്ചത്. പക്ഷെ ഇത് നെഗറ്റീവ് ആക്കണമെങ്കിൽ എങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കും? വി ഹാഡ് നോട്ട് ടു ഗോ എന്നാക്കാൻ പറ്റുമോ? പറ്റില്ല കേട്ടോ. പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് പറ്റില്ല. നമുക്ക് എങ്ങനെ പറ്റും നോക്കാം. അപ്പോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ നിർബന്ധിതയായില്ല. മറ്റേത് നമ്മൾ പറഞ്ഞത് അതൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നു. ഇനി നമ്മൾ പറയുന്നത് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല എന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. ഇനി ആരും നിർബന്ധിച്ചില്ല, എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. ഹാഡ് നോട്ട് അല്ല സബ്ജക്റ്റ്. ഡിഡ് നോട്ട് ഹാവ്. ഡിഡ് നോട്ട് ഹാവ്. എന്തുകൊണ്ട് ഇവിടെ ഹാവ് വന്നു? ഡിഡ് എന്ന് പറയുന്ന പാസ്റ്റ് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയണം? ഐ ഡിഡ് നോട്ട് ഹാഡ് ടു അല്ല, ഹാവ് ടു. ശ്രദ്ധിക്കുക, ഹാവ് ആണ്. ഗോ ദെയർ. എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഐ ഹാഡ് ടു ഗോ ദെയർ എന്ന് പറയും. ഹാഡ് ടു നെഗറ്റീവ് ആയപ്പോൾ ഡിഡ് നോട്ട് ഹാവ് ടു എന്നായിട്ട് മാറി. ശ്രദ്ധിക്കൂ, മാറിപ്പോകരുത്. ഹാഡ് ടു എന്നുള്ളത് നെഗറ്റീവ് സെന്റൻസ് ആയപ്പോൾ ഡിഡ് നോട്ട് ഹാവ് ടു എന്നായിട്ട് മാറി. അവൻ അവിടെ നിൽക്കേണ്ടി വന്നില്ല. ഹി ഡിഡ് നോട്ട് ഹാവ് ടു. പിന്നെ ഹാസ് ഒന്നുമില്ല.
ഹാവ് ടു സ്റ്റേ there. അവിടെ നിൽക്കേണ്ടി വന്നില്ല. പോസിറ്റീവ് സെന്റൻസ് ആയിരുന്നെങ്കിൽ എങ്ങനെയാണ്? നിൽക്കേണ്ടി വന്നു എന്നാണെങ്കിൽ ഹാഡ് ടു സ്റ്റേ there എന്നായിട്ട് മാറി. ക്ലിയർ ആയി വരുന്നുണ്ടല്ലോ? ക്ലിയർ ആയി വരുന്നല്ലോ. We didn't have to buy it. ഞങ്ങൾക്കത് വാങ്ങിക്കേണ്ടി വന്നില്ല. വാങ്ങിക്കേണ്ടി വന്നില്ല. We didn't have to buy it. വാങ്ങിക്കേണ്ടി വന്നു എന്നാണെങ്കിലോ we had to buy it. ഇതൊരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ എപ്പോഴും സംസാരത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഈ had toവും didn't have toവും. ക്ലിയർ ആയോ? didn't has to അല്ലെങ്കിൽ didn't had to ഒന്നുമല്ല, didn't have to. എനിക്ക് അതൊന്നും ചെയ്യേണ്ടി വന്നില്ല എന്നാണ് നമ്മൾ. ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ had toവും ചെയ്യേണ്ടി വന്നില്ല എന്ന് പറയാൻ didn't have toവും ആണ് ഉപയോഗിക്കുന്നത്. അതായത് had to, have to. ഇനി നിനക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നോ? നിനക്കത് വാങ്ങിക്കേണ്ടി വന്നോ? നമുക്ക് ചോദ്യം ചോദിക്കണം. അതെങ്ങനെ നമുക്ക് ചോദിക്കാം? ഇനി ഞാൻ ബോർഡിൽ എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിതൊന്ന് വായിക്കട്ടെ. അപ്പൊ നമുക്ക് നീ അതൊക്കെ ചെയ്യേണ്ടി വന്നോ എന്ന് നമുക്ക് ചോദിക്കാം. ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ ഹാഡ് ടു ആണ്. ചെയ്യേണ്ടി വന്നില്ല എന്ന് പറയാൻ എന്തായിരുന്നു? ഡിഡിന്റ് ഹാവ് ടു ആണ്. ഇനി നിനക്കതെല്ലാം ചെയ്യേണ്ടി വന്നോ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ വേണം. ഡിഡ് പ്ലസ് സബ്ജക്റ്റ്, ഹാവ് ടു പ്ലസ് വെർബ്, ഫസ്റ്റ് ഫോം. ക്ലിയർ? അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് പോകേണ്ടി വന്നോ അങ്ങോട്ട്? നീ അങ്ങോട്ട് പോകാൻ നിർബന്ധിതയായോ? നിനക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നോ? നിനക്ക്, യു. അപ്പൊ നമുക്ക് വേണ്ടത് ഡിഡ്. ഡിഡ് യു ഹാവ് ടു go there? Did you have to go there? നിനക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. ഉത്തരം എങ്ങനെയാണ്? എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല കേട്ടോ. പെട്ടെന്ന് കമന്റ് ബോക്സ് ചെയ്തേ. എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല കേട്ടോ. കമന്റ് ബോക്സ് ചെയ്തേ. ചെയ്തോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്കത് വാങ്ങിക്കേണ്ടി വന്നോ? ഡിഡ് നിങ്ങൾ എന്ന് പറയാൻ നമുക്ക് എന്ത് തന്നെയാണ്? യു തന്നെയാണ്. നമുക്ക് ഇവിടെ മാറ്റിയാൽ നമുക്ക് അവന് വാങ്ങിക്കേണ്ടി വന്നോ? ഡിഡ് ഹി ഹാവ് ടു ബൈ ഇറ്റ്? അവന് അത് വാങ്ങിക്കേണ്ടി വന്നോ? അവനത് വാങ്ങിക്കേണ്ടി വന്നു കേട്ടോ. കമന്റ് ചെയ്തേ. അത് വായിക്കേണ്ടി വന്നു. കമന്റ് ചെയ്തോ? ഇനി അടുത്തത് ഡിഡ് അവര് വായിക്കേണ്ടി വന്നോ? ദേ ഹാവ് ടു റീഡ്. അവര് വായിക്കേണ്ടി വന്നോ? അവര് വായിക്കേണ്ടി വന്നില്ല കേട്ടോ. പിന്നെന്താ? ഞങ്ങളത് വായിച്ചു. ഈ രണ്ട് സെന്റൻസ് നിങ്ങൾ എഴുതും. അവരത് വായിക്കേണ്ടി വന്നില്ല, ഞങ്ങളാണ് വായിച്ചത്. കമന്റ് ബോക്സ് ചെയ്തേ. ചെയ്തോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു കാര്യം, ഇതൊന്ന് മായ്ക്കുന്നുണ്ട് ഞാന്. താഴോട്ട് എഴുതുന്ന നോക്കൂ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വന്നു, നിർബന്ധിതയായി എന്ന് പറയാൻ സബ്ജക്റ്റ് ഹാഡ് ടു പ്ലസ് വെർബ്, ഫസ്റ്റ് ഫോം. അങ്ങനൊന്നും ചെയ്യേണ്ടി വന്നില്ല എന്ന് പറയാൻ സബ്ജക്റ്റ് ഡിഡ് നോട്ട് പ്ലസ് ഹാവ് ടു പ്ലസ് വെർബ്, ഫസ്റ്റ്. ചെയ്യേണ്ടി വന്നോ? ചോദ്യമാണ് നമുക്ക് ചോദിക്കേണ്ടത്. ഡിഡ് പ്ലസ് സബ്ജക്റ്റ് have to plus verb, first. നിങ്ങളൊന്ന് എഴുതി വെച്ചേ നിങ്ങളുടെ ബുക്കിൽ, അല്ലെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുവോ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ.
അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നിർബന്ധിതയായി എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് അവിടെ മാത്രമേ ഹാഡ് ടു ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി അതേ ചോദ്യമായി ചോദിക്കണമെങ്കിലും അത് നെഗറ്റീവായി ചോദിക്കണമെങ്കിലും അവിടെ നമുക്കുള്ളത് എന്താണ്? ഹാവാണ്. ടിപ്പ് പിടുത്തം കിട്ടിയോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നിങ്ങൾ ഇതൊരിക്കലും തെറ്റിക്കില്ലല്ലോ. കമന്റ് ബോക്സ് നമ്മുടെ സെന്റൻസുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് സംസാരിച്ച് പഠിക്കണമെങ്കിൽ എൻ്റെ നമ്പർ തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷ് ഇതൊക്കെ കേട്ടാൽ ഗ്രാമറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തന്നത് ഇവിടെ തരാം എഴുതിയിട്ട്. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.